കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം തന്നെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ സ്കോഡയുടെ സൂപ്പർബാണ്. അപ്പോൾ സൂപ്പർബിനെ കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. സ്കോഡയുടെ പെർഫോമൻസ് വാഹനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇന്ത്യയിൽ ഇറങ്ങിയേക്കണേൽ. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2010 മോഡൽ. പിന്നെ നമ്മൾ ഒരു സ്വിഫ്റ്റിനൊക്കെ മുടക്കണ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷറി വാഹനം കൊണ്ടു നടക്കാം. അതാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റൊക്കെ ഉള്ളൂ, നമുക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ ഫെസിലിറ്റി ഫീച്ചേഴ്സുള്ള കാറൊക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു സൂപ്പർബ്. ഈ വാഹനം ഫുള്ള് കണ്ടുവരാം. ഇത് എലഗൻസ് ആണ്, ടോപ്പ് എൻഡ് വന്ന വാഹനമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൺറൂഫും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ലോഡറാണ്. ഓക്കെ, അപ്പോൾ വാഹനം ഫുള്ള് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനമാണത്. സ്കോഡയുടെ സൂപ്പർബാണ്. സൂപ്പർബ് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്ടമുള്ള വാഹനമാണ്. കാരണം നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്കോഡയുടെ റിച്ച് വാഹനം തന്നെയാണ്. ഇത് ഇറങ്ങിയ ടൈമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ക്ലാസ് ആ ഒരു സെഗ്മെൻറ്റിൽ പെടുന്ന ആൾക്കാർ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന വാഹനം കൂടിയാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണം, DSG ഗിയർ ബോക്സ് വന്നേക്കണം. പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പവർഫുൾ. കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പിന്നെ നിലം തൊടില്ല, അത്രയ്ക്ക് പവറാണ് ഈ വാഹനം. ഉണ്ടോ, ഡീസൽ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷനാണ്, എലഗൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് എല്ലാവിധ ഫീച്ചറിൽ ഓർഡറാണ്. പിന്നെ അത് മാത്രമല്ല വണ്ടി ഒരു പ്രീമിയം ക്ലാസ് വണ്ടിയും കൂടിയാണ്. ആടാ, നല്ല വൃത്തിയിൽ തന്നെ ഡീസൻ്റായിട്ട് തന്നെ കിടക്കണം ഒരു സ്കോഡ സൂപ്പർബാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിച്ചല്ലേ വാഹനം, അതാണ് ഈ വാഹനത്തിൻ്റെ വേറെ പ്രത്യേകത. അതാ, ഈ കളറെന്ന് പറഞ്ഞാൽ ഈ കളറും ഒരു പോഷ് കളർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ചോക്ലേറ്റ് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സാക്ട് കളർ RC നോക്കേണ്ടി വരും. ഇതാണ് ടോപ്പ് വന്നേക്കണേ. ഓക്കെ, അതാ, നമുക്ക് സൈഡ് പോർഷനും അതേപോലെ തന്നെ വീലാർസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അതിൻ്റെ ക്വാളിറ്റി നോക്കാം. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കണം. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ അലോയ്സ് നമുക്ക് കാണാം. ഡീറ്റെയിലേക്ക് പോകാം. ഡീറ്റെയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാവുന്നതാണ്. നീറ്റായിരിക്കണമെങ്കിൽ ലിഡ്, അതേപോലെ തന്നെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നല്ല ഭംഗി തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ടെങ്കിലും ബമ്പേഴ്സ് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ ചെറിയ ഒരു സൂപ്പർബിൻ്റെ ബാഡ്ജും കാര്യങ്ങളും കാണാം. ഇവിടെയും നമുക്ക് വീലാർസ് നോക്കാം. വീലാർസും നീറ്റായിട്ടെങ്കിൽ വീലാർസും നമുക്ക് കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് എത്തുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ അലോയ്സ് നമുക്ക് കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് രണ്ട് ഡോറും നീറ്റായിട്ട് നിൽക്കുന്നു. ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. താഴെ നമുക്ക് ചെറിയൊരു ക്രോമിയം ലൈനിങ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടെങ്കിൽ വീലാർസ് നമുക്ക് കാണാം. ടയറിൻ്റെ ഗ്രിപ്പും കുഴപ്പമില്ലാതെ നിൽക്കുന്നു. അതേപോലെ അലോയ്സും ക്വാളിറ്റി തന്നെ നിൽക്കുന്നു. ആദ്യം സൈഡ് പോർഷൻ കണ്ടോ. ബാക്കിലേക്ക് വരാം. ഡിഫോഗേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡും ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. നടുക്കായിട്ട് നമുക്ക് സൂപ്പർബ് ബാഡ്ജി നമുക്ക് കാണാം. അതേപോലെ തന്നെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. രണ്ട് ഡോർ നോക്കാം. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഡോർസ് നമുക്കിവിടെ കാണാം. ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും ലെതർ സീറ്റ്സാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ചെറിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇയറിൻ്റെ ഒരു പ്രശ്നമാണിത്. 2010 ആയതുകൊണ്ട് ചെറിയൊരു മുഷിപ്പ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ മിഡിൽ നമുക്ക് ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരാം. DSG ഗിയർ നോബ് നമുക്കിവിടെ കാണാം. പ്ലാറ്റ്ഫോം നോക്കാം. പ്ലാറ്റ്ഫോം നീറ്റായിട്ട് ഇരിക്കുന്നു. ഓക്കെ, മിഡിലായിട്ട് നമുക്കിവിടെ മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സും പരിചയപ്പെട്ടേക്കാം. 1 lakh കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണത്. കേട്ടോ, നല്ല റിച്ചായിട്ട് നീക്കുന്ന സീറ്റ്സ്. മിഡിൽ നമുക്ക് ആംറെസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ലാവിഷായിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, AC വെൻ്റൊക്കെ പില്ലേഴ്സിലാണ് വന്നേക്കണേ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി അതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൂപ്പർബിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഉണ്ടോ, നല്ല നീറ്റായ എൻജിനാണത്. ഒരു 2010 1 lakh കൂടിയെങ്കിലും ഒരു രീതിയിലുള്ളൊരു ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല.
വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ പോർഷനാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എഡ്ജസ് നോക്കാം, പേസ്റ്റിംഗ് ആയാലും നീറ്റായിരിക്കും പേസ്റ്റിംഗ് നമുക്കിവിടെ കാണാം. ഫ്രണ്ട് ഭാഗം നോക്കാം, കാണാം നല്ല ഇവിടെയും പേസ്റ്റിംഗ് ഓക്കെയാണ്. ലിഡിലേക്കൊന്ന് വായിക്കാം, ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ജെൻഡർ പാച്ച് ഉണ്ടെങ്കിൽ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡും നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം, ബൂട്ടിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ്, കാണാം. ലാവിഷായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ അഴുക്കോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്കിവിടെ കാണാനില്ല. പ്ലാറ്റ്ഫോം നോക്കിയിട്ട് ടയറൊന്ന് നോക്കാം. ടയറിൽ കുറച്ച് ഗ്രിപ്പ് കുറവുണ്ട്, പക്ഷേ സ്പെയർ വീൽ റൂം ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂം നമുക്കിവിടെ കാണാം. ലിഡും അതേപോലെ എഡ്ജസും കൂടി നോക്കിയേക്കാം. എന്തെങ്കിലും പാച്ചസ് ഉണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, ഒരു ഡൗൺ പോർഷനിലേക്ക് ഒന്ന് വരാം. അപ്പോൾ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സ്കോഡയുടെ എലഗൻസ്, സ്കോഡ സൂപ്പർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് റിച്ച് വാഹനം തന്നെയാണ്. ചെറിയൊരു ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വിഫ്റ്റിൻ്റെ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം സുഖമായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. റേറ്റിലേക്ക് ഇറങ്ങുന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 5.5 ലക്ഷം രൂപയുള്ളൂ. 5.50 lakhs ആണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഷോറൂമിന് നമ്പർ കൊടുത്തിട്ട് നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എന്നോട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പറും താഴെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി നിങ്ങൾക്ക് എത്താനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.